ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ അടുത്ത പ്രധാനപ്പെട്ട വചനം യോഹന്നാനെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിൻ്റെ മകനെന്ന് പറയുന്നതും, അതുപോലെ പരിശുദ്ധ അമ്മയെ യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നതുമാണ്. ഇനിയുള്ള നിൻ്റെ യാത്രകളിൽ എനിക്ക് എങ്ങനെയാണോ അമ്മ സഹായമായി മാറിയത്, അതുപോലെ നിൻ്റെ ജീവിതയാത്രയിൽ അമ്മ നിനക്ക് സഹായമാകുമെന്നും നിൻ്റെ വഴിയിൽ നീ ഇനി തനിച്ചല്ല എന്നും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ ജീവിതയാത്ര പൂർത്തിയാക്കുവാൻ, കുരിശിലെ പീഡാനുഭവത്തിലേക്ക്, അതുവഴി ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായവും മാധ്യസ്ഥവും നിനക്കുണ്ടാകുമെന്ന് ഈശോ തന്നെ ഉറപ്പിക്കുകയാണ്. ഈ വഴി നമുക്കൊറ്റയ്ക്ക് നടന്നു തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നും, പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര അവസാനിപ്പിക്കേണ്ടതെന്നും, അതാണ് കൂടുതൽ എളുപ്പമുള്ളത് എന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ മകനെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം വളർത്താനും അതിനുവേണ്ടി വിട്ടുകൊടുക്കാനും അവൻ്റെ വഴികളിൽ നിന്നും പ്രാർത്ഥനാ കണ്ണുകളുമായിട്ട് കാത്തിരിക്കാനും സാധിച്ച അമ്മ നമ്മുടെ ജീവിത വഴികളിലും നമുക്ക് കൂടെയുണ്ടാകും. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും അത് പൂർത്തിയാക്കാനും ഒരു അമ്മ കൂടെയുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഈ കൃപയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ, എൻ്റെ കൂടെ ഈ കുരിശ് യാത്രയിൽ കൂടെയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.